റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലെറ്റ്സ് ട്രൈ ഡൂയിങ് പോസിറ്റീവ് വീഡിയോസ്. ഇപ്പോൾ ദിയ കൃഷ്ണ ജീവിതത്തിൽ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താലോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ, വ്യൂ കുറവായിരിക്കും, എനിക്കറിയാം. നിങ്ങൾ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കാൻ പോകും, ഇന്നലെ തൊട്ടിട്ട് രാവിലെ ഒരു കോണ്ടന്റ്, വൈകുന്നേരം ഒരു കോണ്ടന്റ്, ഇന്ന് ചേച്ചി ഇത് അടുത്തൊരു കോണ്ടന്റ്, എന്താ ചേച്ചി ഇവരെ വിട്ട് ചേച്ചിക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇവരായിട്ട് തന്നെ ടോപ്പിക്കുകൾ നമുക്ക് ഇട്ട് തരുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ. ഇന്നലെ ദിയ കൃഷ്ണ ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് ഇട്ടു. ഒരു ഡേ വിത്ത് ഓമി ആൻഡ് ബേബി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗാണ്. ഇട്ട ആ സമയം തന്നെ ഞാനൊരു വീഡിയോ കണ്ടു. ലാസ്റ്റ് കുറച്ച് ഭാഗത്ത് അവർ റിയാക്ഷൻ വീഡിയോക്കാരോടും പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന വ്യക്തികളോടും അവരുടേതായ രീതിയിലുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ കരുതി, ഞാൻ ഓഫ് കോഴ്സ് ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടതാണ്. അപ്പം എന്നോടും പറയുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഞാനും കേൾക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ അമിയ അൺഫിൽറ്റേർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെയല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്ത വ്യക്തികളിൽ ഒരാൾ ഞാൻ ആയതുകൊണ്ട് തന്നെ മേ ബി എന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് വേണ്ടി ഒരു കാര്യം പറയുമ്പം മറുപടി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദിയ കൃഷ്ണ അല്ലെ കൃഷ്ണകുമാർ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരികയാണ്. സൈബർ അറ്റാക്ക് വളരെ കോമൺ ആണ്. അത് റീച്ച് ഉള്ളവരാണെങ്കിലും റീച്ച് ഇല്ലാത്തവരാണെങ്കിലും ഒരു റീൽസ് ഇട്ടാൽ സൈബർ അറ്റാക്ക് ആവും, ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്താൽ സൈബർ അറ്റാക്ക് ആവും. അതാണ് ഈ സൈബർ മീഡിയ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഫെയിം ഉണ്ട്, മണി ഉണ്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മറുവശം ഇതിന് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. അത് കുറച്ചും കൂടെ ബാധിക്കുക സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാർ, സോഷ്യൽ മീഡിയയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റായി നിൽക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള ആക്ട്രസ്മാരുടെ മക്കളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഒരു ഒരു മണി ഏർണിംഗ് പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് സെലിബ്രിറ്റിയുടെ മക്കളാണ് കെ ഫാമിലി. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോൺട്രവേഴ്സി ഇൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതിപ്പം 4 മക്കളെ വരാം, അമ്മേനെ വരാം, അച്ഛനെ വരാം, അങ്ങനെ. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വന്നാൽ അത് വന്നു, ഡിസ്കഷനായി, അവിടെ അത് കഴിയും. അങ്ങനെയാണ് പൊതുവെ ഇത്രയും കാലം നടന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും നെഗറ്റീവ് കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാരി വലിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് മനുഷ്യനും സഹിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവും, ഏത് മനുഷ്യനും കടന്നു പോകുന്നതിനൊരു വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. അപ്പം എല്ലാത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും അതും ഇതും എല്ലാം കൂടെ കലർന്നിട്ടായിരിക്കാം ദിയ ഇന്നലെ ഇട്ട വ്ളോഗിൽ അവസാനം ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട് ഞാൻ നോക്കട്ടെ, ഒരു 7 മിനിറ്റോളം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്കതിൽ ഓരോന്ന് വിധം കേട്ടിട്ട് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എൻ്റെ ഫാമിലിയെ സ്നേഹിച്ച് ചെരുപ്പ് പിന്നെ നമ്മൾക്കൊരു ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പും ഏതെങ്കിലും ഒരെണ്ണം കൂടെ വെക്കത്തുള്ളൂ. എന്നെ സ്നേഹിച്ച് എൻ്റെ ഫാമിലിയെ സ്നേഹിച്ച് അവരുടെ വ്ളോഗ്സും എൻ്റെ വ്ളോഗ്സും ഒക്കെ ഡെയിലി കാണുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സൈഡിലൊരു ഹോബിയായിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നതാണ്. അല്ലാതെ ഞാൻ എന്താ പറയുക, ആരെയും വെറുപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓമിക്കുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്ളോഗ് ഇടുന്ന ഒരാളാണ്. 1 സെക്കൻഡ് സ്വിഗ്ഗി വന്നു. നമ്മൾ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ പറഞ്ഞത് ഞാൻ വ്ളോഗ് ഇട്ട് ആരെയും വെറുപ്പിക്കുന്നില്ലാണ്. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഒരിക്കലും ദിയ കൃഷ്ണയുടെ വ്ളോഗ് വെറുപ്പിക്കലാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ലിസ്റ്റിലുള്ള ഒരു ചാനൽ തന്നെയാണ്. പക്ഷേ ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഓരോ വ്ളോഗിലും വന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളോടുമുള്ള ഒരു എതിർപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിനോടുള്ള ഒരു ഓപ്പോസിറ്റ് ഒപ്പീനിയൻ എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വ്ളോഗ് നിർത്തണമെന്നോ വ്ളോഗ് ചെയ്യരുതെന്നോ നിങ്ങളുടെ വ്ളോഗ് ഭയങ്കര വെറുപ്പിക്കലാണെന്നോ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നും ആർക്കും ഇല്ല. സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് സ്വിഗ്ഗി വന്നത്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയത്. കാരണം അശ്വിൻ്റെ കയ്യിൽ ഓമിക്കുട്ടൻ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ തുണി തേച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം നമ്മൾ
ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെയൊക്കെ വ്ളോഗിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി ചെന്ന് കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യം ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിൻ്റെ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതേപോലെ ഇപ്പോൾ എന്നെ എന്നല്ല, ഏതൊരു യൂട്യൂബറോ ഏതൊരു പബ്ലിക് ഫിഗറോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെരി സിമ്പിൾ, നമുക്കിപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ മുകളിൽ സാധനം നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഷോ ദിസ് ചാനൽ ടു ബി എന്നൊക്കെ അടിച്ചിട്ടാൽ പിന്നെ നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. ഇതാണ് അടുത്തത് ദിയ പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ, ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവോ താല്പര്യക്കുറവോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അവരെ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി അങ്ങ് തീരും. എന്തിനാണ് നിങ്ങൾ അവർ ക്ഷണിക്കാത്ത സ്ഥലത്ത് വന്ന് കല്ലെറിയുന്നത്? ഇവിടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ദിയ അല്ലെങ്കിൽ അഹാന കൃഷ്ണ ഇവരുടെ ഫാമിലിയിൽ ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ്. അല്ലെങ്കിൽ ഇവരെ ടോപ്പിക് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുദ്ദേശിച്ചത് അവർ ക്ഷണിക്കാത്ത ഒരു സ്ഥലത്തോട്ട് നമ്മൾ കയറി വന്നു. ആൻഡ് സെക്കൻഡ് തിങ്, അവർ കയറി വന്ന് കല്ലെറിയുന്നു. അത് നമ്മളെ തന്നെയല്ലേ കോമാളിയാക്കുന്നത്? കല്ലെറിയുന്നവനെയല്ലേ കോമാളിയാക്കുന്നത്? അതിലും ഭേദം ബ്ലോക്കാക്കി പോയിക്കൂടെ എന്നുള്ളൊരു സാധനം. അപ്പോൾ ആദ്യം തന്നെ ഈ നമ്മളുടെ ഒരാളുടെ വളരെ പേഴ്സണൽ സ്പേസ് പോയിട്ട് ഒരിക്കലും നമുക്ക് കല്ലെറിയാൻ പറ്റില്ല, അല്ലേ? പബ്ലിക് ആയിട്ടുള്ളൊരു സ്പേസിൽ വന്നിട്ടാണ് കല്ലെറിയുക. ഇപ്പം ഞാനും എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരാളും കല്ലെറിയില്ല. അന്നേരം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ആണ് എനിക്ക് ഈ കല്ലേറ് കിട്ടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് റോസാപ്പൂവും കിട്ടലുണ്ട്. അപ്പോൾ ഒരു ചാനൽ തുടങ്ങുമ്പം അവിടെ റോസാപ്പൂവും കിട്ടും, കല്ലും കിട്ടും. റോസാപ്പൂ എറിയുന്നവർ മാത്രം എൻ്റെ ചാനലിലോട്ട് വന്നാൽ മതി, കല്ലെറിയുന്നവരൊന്നും ഒരിക്കലും എൻ്റെ ചാനലിൽ വരരുത് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് രണ്ടാമത്തത്, ആദ്യം റോസ് എറിഞ്ഞവരായിരിക്കും ചിലപ്പോൾ പിന്നെ കല്ലെറിയുക, പിന്നെ ആദ്യം കല്ലെറിഞ്ഞവരായിരിക്കും പിന്നെ റോസ് എറിയുക. അതും ഈ കമൻ്റ് ഇടുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ സൈഡിൽ ഒരു ഗുണമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വീഡിയോസ് ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി തുടങ്ങും. ആദ്യം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമല്ലാണ്ട് തുടങ്ങും. അപ്പോൾ ആരാ കല്ല് ആരാ റോസ് എറിയുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രവൃത്തി നമ്മളുടെ ആക്ഷനാണ് ഡിഫൈൻ ചെയ്യുക, റോസ് എറിയണോ കല്ലെറിയണോ. നല്ല പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാവരും നമുക്ക് റോസ് തന്നെ എറിയും. നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്താണ് ഈ കല്ലേറ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടുക. പിന്നെ സാധാരണ ഒരു വ്യക്തിയുടെ പബ്ലിക് പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ബ്ലോക്ക് അടിച്ചാൽ പോകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇവരുടെ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സ് പോലെയുള്ള പല ഫീഡുകളിലും ഇങ്ങനെ നിറയെ വരും. അപ്പോൾ പിന്നെ നമ്മൾ എത്ര ചാനലിന് കരുതിയിട്ടാണ് ഈ ബ്ലോക്ക് അടിക്കുക, റിപ്പോർട്ട് അടിക്കുക, നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ തന്നെ ഇത് റിയാക്ട് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ഐ ബിലീവ് ഈ റിയാക്ഷൻ വീഡിയോക്കാരിൽ എല്ലാവരും ഒരു 50% ഓഫ് ആൾക്കാർ മാത്രമേ ഇങ്ങനത്തെ വ്ളോഗ്സ് ഉള്ളവരുള്ളൂ. ബാക്കി 50% ഓഫ് ആൾക്കാർ വേറെ കുറേ കോണ്ടന്റുകളാണ് കാണുക. ഇപ്പം മെയിനായിട്ട് ഇപ്പം മെയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ബിലീവ് ഇവരെല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനത്തെ വ്ളോഗ്സോ കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുന്നു. ഐ ഡോണ്ട് ബിലീവ്. ഇതെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വ്ളോഗ് ഇടുന്നു, ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്ളോഗ് കാണുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പഠിച്ചിട്ട് അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നു. അത് ഏതെങ്കിലും ഒരു ട്രോള് പേജുകാർ സെലക്ട് ചെയ്യുന്നു, അവരതെടുത്ത് വീഡിയോ ഇടുന്നു. ഓട്ടോമാറ്റിക്കലി അത് കണ്ടിട്ടുള്ള നല്ല റീച്ചുള്ള ഒരു സെലിബ്രിറ്റി ഫെയിമിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോക്കാരൻ അതെടുത്ത് സംസാരിക്കുന്നു. ഡെഫിനറ്റ്ലി ബാക്കി റിയാക്ഷൻ വീഡിയോക്കാർ ഇത് ശ്രദ്ധിക്കുന്നു, അവർ ആ കോണ്ടന്റ് എടുക്കുന്നു, അവർ സംസാരിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളാരും വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്താ വരട്ടെ വന്ന അപ്പം കല്ലെറിയാം നോക്കിയിരിക്കുകയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും, ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് മൈ വ്ളോഗ് ഫോർ യു ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ സേസ് ഡോണ്ട് അപ്ലോഡ്. ഇതിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ദിയ കൃഷ്ണ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സിനോട് പോസിറ്റീവ് അപ്രോച്ച് ആണെങ്കിലും നെഗറ്റീവ് അപ്രോച്ച് ആണെങ്കിലും കാണാൻ വ്യൂവേഴ്സ് ഉണ്ട്.
കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കാണാൻ ആഗ്രഹിക്കുന്ന കോണ്ടന്റുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എങ്ങനെയാണ് തെറ്റായിട്ട് വരിക? ഞാൻ പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്, അതൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ഒരു ടോപ്പിക് ഇടുമ്പം ഇത് കാണുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, അവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന കോണ്ടന്റ് ഓഫ് കോഴ്സ് ഞാൻ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കേണ്ടത്. ദിയയുടെ ഒരു വ്യൂവറിന് വേണ്ടി ഇത്ര എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് കിട്ടുന്ന 10K 8K വ്യൂ ഉള്ള 10,000 8,000 ആൾക്ക് വേണ്ടി നമ്മളും എഫോർട്ട് എടുക്കണ്ടേ? മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത് എനിക്ക് വീഡിയോ ഇട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പം നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം. മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു മായാജാലം പിടിച്ചൊരു ലോകം. മനസ്സിലായി? അപ്പം നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയുക യൂട്യൂബേഴ്സും, നിങ്ങളിപ്പോൾ അവരെ കണ്ടിട്ട് നമ്മളെ ഇപ്പോൾ വന്നിട്ട് നിങ്ങളത് അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. മനസ്സിലായത്? നമുക്ക് ആരെയും പേഴ്സണലി നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അവരെന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ, അതേ ഈ ഔട്ട്സൈഡ് ലോകത്തിന് അറിയാവുള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണോ എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് പിന്നീട് ഉണ്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈ. ഈ ഒരു സാധനം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കമൻ്റ് ഇടുന്ന, അല്ലെങ്കിൽ വീഡിയോയിൽ കൂടെ നിങ്ങളെ വിമർശിക്കുന്ന വ്യക്തികളൊന്നും ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഫേസ് ആയിരിക്കില്ല എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ. അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഞാൻ കുറച്ചും കൂടെ ട്രൂ ആണ്, ഞാൻ ജെന്യുവിൻ ആണ്, എൻ്റെ വീഡിയോയിൽ ഞാൻ ഭയങ്കര റിയൽ ആയിട്ട് റോ ആയിട്ടാണ് നിൽക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. സീരിയസ്ലി ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണ്. അതെല്ലാ വ്യക്തികൾക്കും. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഇനി അല്ലാത്ത വ്യക്തികൾക്കാണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ലൈഫുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് എൻ്റെതായ രീതിയിലുള്ള പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. എനിക്ക് എൻ്റെതായ രീതിയിലുള്ള സീക്രട്സും ഉണ്ട്, എന്നാൽ എൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ എന്താ കാണിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ദിയ കാണിക്കുന്ന ഈ ഒരു പീസ് മാത്രമേ കാണിക്കൂ. ദിയൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ദാമ്പത്യ ബന്ധമാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യ ബന്ധങ്ങളില്ല. എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചിട്ടുണ്ടോ? ഹൗ ക്യാൻ വി സേ ദാറ്റ് റിയൽ ആൻഡ് റോ ലൈഫ്? ആൻഡ് എന്തുകൊണ്ടാണ് ദിയയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ദിയയുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വരാത്തത്? ഓഫ് കോഴ്സ് വരേണ്ടതാണ്. വൈ ദേ ആർ നോട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അവരില്ല. അത് ദിയ എന്താ റിയൽ, എന്തുകൊണ്ടാണ് വരാത്തത്, ദിയ കൊണ്ടുവന്ന് കാണിച്ചോ ഇല്ല. ദെൻ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ എം വെരി റോ ടു മൈ സോഷ്യൽ മീഡിയ? അല്ല. എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പ്രൈവസി കാര്യങ്ങളുണ്ട്. നമ്മളതെല്ലാം നമ്മളിതിലാണ് വെക്കുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും 100 പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നില്ല. നമ്മളിൽ ജഡ്ജ്മെൻ്റ് അല്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം കൊണ്ടുപോയി ഇടുന്നില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ നോക്കിയും കണ്ടുമാണ് പറയുന്നത്. അതിനൊരു തെറ്റുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് ബിഹേവ് ചെയ്യാൻ പറ്റുമോ? ഈ ക്യാമറയുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ബിഹേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ്സ് കോമൺ സെൻസ്. സാഹചര്യവും സിറ്റുവേഷനും അനുസരിച്ച് പെരുമാറാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ മോഡിഫൈ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതാണ് ഈ മനുഷ്യൻ അല്ലെ മാമറി ആനിമൽസിനൊക്കെ ഉള്ളൊരു കഴിവാണ്. ആ കഴിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ബയോളജി ക്ലാസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് പൊതുവേ മാമറി ആനിമൽസിനാണ് ഉണ്ടാവുക. അറിയാലോ, പ്രസവിക്കാൻ കഴിവുള്ള അവർ കുറച്ചും കൂടെ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ഭയങ്കര ഇതായിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയും. ഒരു പട്ടീനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ നിർത്തുകയാണെങ്കിൽ അതിനെങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആക്കണം എന്നുള്ളതൊക്കെ അതിന് നന്നായിട്ട് അറിയാം. അന്നേരം ഒരു കോഴീനെ കൊണ്ടുപോയി നിർത്തിയാലോ അത് ബിഹേവ് ചെയ്യുന്ന രീതി എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കുറച്ച് കഴിവുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ നന്നായി ബിഹേവ് ചെയ്യാൻ, ക്യാമറേൻ്റെ മുമ്പിൽ വരുമ്പോൾ നന്നായി സംസാരിക്കാൻ, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നന്നായി പെരുമാറാൻ, വീട്ടിൽ നമ്മളായി നിൽക്കാൻ. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനുള്ള ഒരു ഇൻഹറൻറ്റ് കഴിവാണെന്ന് കരുതി ദാറ്റ് ഡസൻറ്റ് മീൻസ് ദാറ്റ് വി ആർ നോട്ട് റിയൽ, നമ്മൾ ജെനുവിൻ അല്ല എന്നൊരർത്ഥം അതിനില്ല. ഒരു അർത്ഥം അതിനില്ല. ഇവിടെ അതാണ് പറഞ്ഞത്. നമുക്കെന്തോ വേറെ സാധനം നമ്മളെന്തോ അങ്ങനെയല്ലടാ. അത് സാഹചര്യവും സിറ്റുവേഷനും അനുസരിച്ച് ഒരു വ്യക്തിക്ക് പെരുമാറാനുള്ള കഴിവുണ്ട്. മേ ബി നിങ്ങൾക്ക് അതുണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര റോ ആയിട്ട് എന്താണോ വീട്ടിൽ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്നത്, ഐ തിങ്ക്. പക്ഷേ ദിയ അങ്ങനെ വളരെ ദിയയുടെ മെയിൻ പ്രശ്നം ദിയ പറയുന്ന അഭിപ്രായങ്ങളുടെ പ്രശ്നമോ അല്ലെങ്കിൽ ആ അഭിപ്രായം കൺവേ ചെയ്യാൻ ദിയനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് രണ്ടുമാണ് ദിയയുടെ പ്രശ്നം എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്.
കാരണം ഒന്നെങ്കിൽ ദിയ പറയുന്ന അഭിപ്രായം ഏത് രീതിയിലാണ് ഏത് മീനിങ്ങിലാണ് എന്നുള്ള കൺവേ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അമ്മായിയമ്മേൻ്റെ ഒരു സാധനം അല്ലെ, ഓമി ബേബിയുടെ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയിട്ടുള്ളത്. അതായത് ദിയയുടെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെ ദിയയുടെ വ്ളോഗോ അല്ല. അപ്പം അതാണ് പറയുമ്പോൾ കുറച്ചും കൂടെ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും പറയാൻ ശ്രമിക്കുക. സെൽഫ് ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാവരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ പറ്റുന്നവരൊക്കെ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അത് എന്നെ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അറിയായിരിക്കും. ഇത് ഞാൻ ഒരു എന്താ പറയുക, ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് എനിത്തിങ്, പക്ഷേ ഐ എം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് തിങ്സ് ക്ലിയർ ഓർ ജസ്റ്റ് ഗിവ് എ ക്ലോഷർ ടു ദ പീപ്പിൾ who just randomly coming in, ഈ കമൻറ്റ് ഇട്ടിങ്ങനെ മോശമായിട്ട്. ഇപ്പോൾ അശ്വിൻ്റെ ആയാലും എൻ്റെ ആയാലും നമ്മുടെ ഫാമിലി ലൈഫിൽ ലൈക്ക് ടച്ച് വുഡ് വി ലൈക്ക് വെരി ഹാപ്പി. നമ്മൾ ഓമിക്കുട്ടനായാലും നമ്മുടെ ഫാമിലി ലൈഫായിട്ട് വി ആർ ലീഡിങ് വെരി ഹാപ്പിലി. ഓക്കെ, അപ്പം നമ്മുടെ ഫാമിലി ലൈഫിലായാലും ഇപ്പോൾ എൻ്റെ ഫാമിലിയിലായാലും അശ്വിൻ്റെ ഫാമിലിയിലായാലും ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോളിയാണ്. ഈ വന്ന് കമൻറ്റ് ഇടുന്നവരാണോ അവർ കരഞ്ഞു ഇവർ കരഞ്ഞു, അവരെ മൈൻഡ് ചെയ്തില്ല ഇവരെ മൈൻഡിലെന്ന് പറഞ്ഞു. ഓഫ് ദ ക്യാമറ വി ആർ ഓൾ ഹാപ്പി. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഒരു സാധനം, ഞാൻ എല്ലാവരെയും ഭയങ്കര സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ സീരിയസ്ലി പറയാം. എനിക്ക് ആ 4 ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സൺ ഇൻ കേസ് ഓഫ് പബ്ലിക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഫ് കോഴ്സ് ദിയാണ്. ബാക്കിയുള്ള എല്ലാ വ്യക്തികളും അവരുടേതായ ഒരു കംഫോർട്ട് സോണിൽ അവരുടേതായ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ ഈ ദിയാണ് ചെറിയ ചെറിയ ഷോപ്സിലായാലും പോലും ഫുഡ് കഴിക്കുന്നത്, നന്നായി പെരുമാറുന്നത്, വർത്തമാനം പറയുന്നത്, കമ്പനി അടിക്കുന്നത്. ആൻഡ് ദിയ ഇൻ കേസ് ഓഫ് ദിയൻ്റെ ഫ്രണ്ട്സിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെ ഓഫീസിലുള്ള സ്റ്റാഫിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, ദിയൻ്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, അശ്വിനെ കെയർ ചെയ്യുന്നതൊക്കെ കണ്ടാൽ അറിയാം ഓക്കെ ഫൈൻ, യു ആർ ഡൗൺ ടു എർത്ത് പേഴ്സൺ. എല്ലാ മനുഷ്യനും ഒരു ഡൗൺ ടു എർത്ത് സൈഡ് എന്തായാലും ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് പറഞ്ഞ ചില സാധനങ്ങൾ എന്താണ്, ഞങ്ങളുടെ ഫാമിലി അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഫാമിലിയും അടിപൊളിയാണ്, പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ഫാമിലിയും ഇല്ല. ഈ പ്രശ്നങ്ങളിലോട്ട് ആൾക്കാർ നോക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതം പബ്ലിക് ആയതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇപ്പോൾ ദിയയുടെ അമ്മായിയമ്മ എന്തുകൊണ്ട് ബർത്ത്ഡേ ഫംഗ്ഷന് വന്നില്ല എന്നൊരു ചോദ്യം വരാനുള്ള കാരണം ദിയയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ദിയ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ബർത്ത്ഡേ വരുന്ന സമയത്ത് ദിയയുടെ ഫാമിലി ഫുള്ളുണ്ട്, വേറെ ഈസ് അശ്വിൻ ഫാമിലി എന്ന് ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അല്ലെ ദിയ കാണിക്കണമായിരുന്നു അശ്വിൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അത് ദിയ ഒരിക്കലും കാണിച്ചിട്ടില്ല. ആൻഡ് കുറച്ച് നാൾ മുമ്പ് വരെ ദിയ അശ്വിൻ്റെ ഫാമിലിയിൽ പോകുന്ന കോണ്ടൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ദിയ അങ്ങനത്തെ കോണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. വൈ? അതുപോലെ തന്നെ ദിയേൻ്റെ വ്ളോഗിൽ ഇടയ്ക്കെങ്കിലും തൈര് സാധവും സാമ്പാർ സാധവും അമ്മ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും വരുന്നത് കാണലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാരിൽ ഒരു ചോദ്യം വരും. ഇപ്പോൾ ഇവൻ സിന്ധു കൃഷ്ണയുടെ ഇത്രയും വലിയ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ സൈബർ അറ്റാക്കിന് കാരണമായ ഒരു സാധനം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സിന്ധു കൃഷ്ണയുടെ അമ്മയായി ബന്ധപ്പെട്ട അതൊരു ടോക്ക് വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ സിന്ധു കൃഷ്ണൻ്റെ വ്ളോഗിൽ കൂടെ അമ്മേനെ കാണിച്ചു തരികയാണ്, അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്ന കാണിച്ചു തരികയാണ്. ഈ അമ്മ തന്നെ അപ്പുറത്തെ ഒരു വ്ളോഗിൽ വന്നിട്ട് പറയും എന്നെ നോക്കാൻ ആരുമില്ല മോളെ, നീ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ചോദ്യം വരും, വേറെ സിന്ധു കൃഷ്ണ. സോ നിങ്ങളുടെയൊക്കെ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പബ്ലിക്കിലിടുക. ഓക്കെ, നമ്മളങ്ങനെ ചോദ്യം വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ മറുപടി കൊടുക്കാണ്ടിരിക്കാം. നമ്മൾ മറുപടി കൊടുക്കുമ്പോഴാണ് ഇത് വലിയ വലിയ വിഷയമായിട്ട് മാറുക. നമ്മൾ മറുപടി കൊടുക്കാണ്ടിരുന്നാൽ ഇത് വലിയ വിഷയമാവില്ല. പക്ഷെ നിങ്ങളൊന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ 2 പറയും, ഡെഫിനറ്റ്ലി അത് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷൻ ആവും. നമുക്ക് എല്ലാവരുടെ വായും മൂടി കെട്ടാൻ പറ്റില്ല, എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ജീവിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിയൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് ഞാൻ ഇങ്ങനെ തന്നെയാണ്. കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാർ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. മനസ്സിലായില്ല? അപ്പോൾ എനിക്ക് അതുപോലെ ആവും ഇതുപോലെ ആവുമെന്ന് എൻ്റെ അടുത്ത് ദയവ് ഇതാരും പറയരുത്. പ്ലീസ് ഡോണ്ട് കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ഐ പേഴ്സണലി നോ മൈ സെൽഫ്. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ പണ്ടും ഇന്നും ഇനി എന്നും സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്നും ഐ വോണ്ട് ദിസ് എനർജി ടു ബി വിത്ത് മീ. അതേപോലെ തന്നെ ഇപ്പോൾ ആഹാനെ ആയിക്കോട്ടെ, ഈശാനെ ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, ഇവരെയൊക്കെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻ ബീങ്സ്. എല്ലാവർക്കും അവരുടേതായ ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. അതേപോലെ ഈ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് സൈഡ് ബാഡ് സൈഡ് ഉണ്ട്. ഈ കമൻറ്റ് ചെയ്ത് നമ്മൾ ഈ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വയം നമ്മൾ പോയിന്റ് ചെയ്യുക, ആം ഐ എ ഗുഡ് പേഴ്സൺ, ആം ഐ പെർഫെക്റ്റ്? ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അപ്പുറത്തെ ഒരാളെ തെറി പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പം നമ്മളൊരു റോങ് കമൻറ്റ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ആം ഐ ബീങ് കൈൻഡ് ഇനഫ്? ഇസ് ദിസ് കമൻറ്റ് നെസസറി? ആം ഐ ഗെയിനിങ് എനിത്തിങ് ഗുഡ് ഔട്ട് ഓഫ് ഇറ്റ്?
ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ലോകത്ത് ആരെയും തെറി വിളിക്കാനോ കുറ്റം പറയാനോ തോന്നത്തില്ല. മനസ്സിലായില്ലേ? ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇത് മുഴുവൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് കമൻറ്റ് ഇടുന്ന വ്യക്തികളിലാണ്. കാരണം അവർ ഇവരുടെ വീഡിയോൻ്റെ താഴെ വരുന്ന പല കമൻറ്റുകളിലും ഉണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളിലോട്ട് ഒരു തെറ്റ് ചൂണ്ടുമ്പം ബാക്കി 3 ഫിംഗേഴ്സ് നമ്മളെയാണ് ചൂണ്ടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ആ ചൂണ്ടുന്ന തെറ്റ് ഈ 3 ഫിംഗേഴ്സ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂണ്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ ക്രിറ്റിക്സ് ആ പാർട്ട് ഓഫ് ലൈഫ്. നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, വളരെ സ്മൂത്തായിട്ടുള്ളൊരു ലൈഫ് കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ഫ്രണ്ടോട്ട് വരാൻ പറ്റില്ല. നമ്മൾ കടന്നു പോകുന്ന ലൈഫിൽ കുറേ പ്രശ്നങ്ങളും അബദ്ധങ്ങളും കച്ചറകളും ഒച്ചപ്പാടുകളും വഴക്കുകളും കുറ്റം പറയലും അതും ഇതും കൂടെ ഒക്കെ കടന്നു പോയാൽ ഓരോ സ്റ്റേജിൽ കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രോങ്ങർ ആവും. നമ്മൾ ബോൾഡ് ഇനഫ് ആവും. നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ളൊരു മെൻ്റൽ കഴിവ് നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും പാമ്പേർഡ് സ്വീറ്റ് ലോയൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ ഭയങ്കര ഡൗൺ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വീക്ക് ആവുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ്സ് നമ്മളെ ഈച്ച് ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് നന്നായി കം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത്. റീസെൻ്റ്ലി ഉണ്ടായിരുന്ന കോൺട്രവേഴ്സീസ് എല്ലാം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടീച്ചേഴ്സ് അഹാന ഹവ് ടു ബിഹേവ്, ഹവ് ടു റെസ്പോണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഷുവറാണ്. അതിൻ്റെ ഒരു സൈലൻസ്, അതിൻ്റെ ഒരു ബ്രേക്ക്, അതിൻ്റെ ഒരു ഹീലിംഗ് അഹനയിൽ നടന്നിട്ടുണ്ട്. ദാറ്റ് ഓഫ് കോഴ്സ് മേക്ക് ഹർ സ്ട്രോങ്ങർ. അതുപോലെ ഓരോ വ്യക്തിയിലും പ്രോബ്ലംസ് ആർ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് അതുണ്ടെങ്കിൽ മാത്രമേ ദ ഗെയിം കംപ്ലീറ്റ് ആവൂ. സോ ലെറ്റ്സ് എൻജോയ് ദാറ്റ്. ജസ്റ്റ് ഡോണ്ട് വാച്ച് മൈ വ്ളോഗ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല. ലൈക്ക് എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരായാലും എന്താ പറയുക, എൻ്റെ നല്ലത്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ വ്ളോഗിലൂടെ ആയാലും ചിലപ്പോൾ അറിയാതെ പോലും എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടാവാം. എൻ്റെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നവരെയാണ് എനിക്ക് ആക്ച്വലി അറിയേണ്ടത്. അതെന്താ ആരും ചെയ്യാത്തതെന്നാണ് അറിയാത്തത്. ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൾവേസ് നെഗറ്റീവ്. നോ, ക്യാൻ ബി പോസിറ്റീവ് ഓൾസോ. ഐ നോ നെഗറ്റിവിറ്റിക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്നു, വ്യൂ കിട്ടുന്നു. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതേ ഉള്ളൊരു വഴി, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്നെ പറ്റി എന്നല്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാൻ പറ്റുമോ അവരുടെ ലൈഫിൽ, എന്നാൽ അവരെ പറ്റി ഒരു പോസിറ്റീവ് റിയാക്റ്റീവ് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു, റൈറ്റ്? വൈ ബി സോ റൂഡ്, വൈ ബി സോ ക്രൂവൽ? നമ്മുടെ ലോകം ഇപ്പം അങ്ങനെയായി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. അത് ആരായാലും എന്തായാലും, ഒരു ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും, അവർ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ ഡോണ്ട് കമൻറ്റ് എനിത്തിങ്. മനസ്സിലായില്ലേ? നല്ലത് കമൻറ്റ് ചെയ്യണമെന്നില്ല, ആരുടെയും ഒന്നിൻ്റെ അടിയിൽ നിങ്ങൾ നല്ലത് ബിക്കോസ് ഫ്രീ ആയിട്ട് നിങ്ങൾ ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷേ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാമെങ്കിൽ നല്ലതും കൊടുക്കാമല്ലോ, അത്ര ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മാത്രമാണല്ലോ നിങ്ങളുടെ ഒരു ജീവിതം, പൈസ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ ആളോട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇന്ന് ഈ രാവിലെയും ഇത്രയും മോതിരവും വാച്ച് വിട്ടിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വീഡിയോ എടുത്തിട്ട് എനിക്ക് എൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാത്രമല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മാർഗം. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്, നമ്മൾ ഒരുപാട് പോസിറ്റീവ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിയേനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ദിയേനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദിയയുടെ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഈവൻ മാധ്യമപ്രവർത്തകരുടെ ഡിസ്കഷൻ പോകുന്നതിന് മുമ്പ് റിയാക്ഷൻ വീഡിയോക്കാർ എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് 3-4 വീഡിയോ ദിയേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ദിയ എന്ന വളകാപ്പിൻ്റെ സമയത്ത് അവരെ ടേക്ക് കെയർ ചെയ്ത കണ്ടൻറ് എല്ലാം വെച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലത് കണ്ടാൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ലത് പറയും. അല്ലാണ്ട് ദിയ റീസെൻ്റ്ലി ഇട്ട ഇത്രയും വ്ളോഗ്സിൽ ഏത് വ്ളോഗിലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ളൊരു കോണ്ടൻറ് ഉള്ളത്? ദിയ തന്നെ ഒന്ന് ജസ്റ്റ് ആലോചിച്ചിട്ട് പറയും. അപ്പോൾ ദിയ പറഞ്ഞു ദിയയുടെ വ്ളോഗിൽ ഒരു നല്ലത് കണ്ടാൽ നല്ലത് പറയണമെന്ന്. ഐ വാസ് ലുക്കിംഗ് അറ്റ് യുവർ ചാനൽ ആൻഡ് ഐ വാസ് ലുക്കിംഗ് എ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ്. ഓമീസ് ഫസ്റ്റ് ഹെയർ കട്ട്, ഓമീസ് പ്രൈവറ്റ് ബർത്ത്ഡേ, ലാസ്റ്റ് ഡേ ആ 0 year ഓളി, ഓമീസ് ബർത്ത്ഡേ സർപ്രൈസ്, മലേഷ്യൻ വ്ളോഗ്, ഓണം ഫോട്ടോഷൂട്ട്, ഫസ്റ്റ് ആർട്ട് ഷൂട്ട്, നൈറ്റ് കുക്കിംഗ്, എൻ ഈവനിങ് വിത്ത് സിസ്റ്റർ, ഹോസ്റ്റിംഗ് മൈ ബെസ്റ്റി ആസ് എ ബ്രൈഡൽ ഷവർ, ഓമീസ് ഫസ്റ്റ് ട്രെയിൻ റൈഡ്, എ ബ്യൂട്ടിഫുൾ ഡേ അറ്റ് ഓഷ്യൻ, മദേഴ്സ് ഡേ സ്പെഷ്യൽ വിത്ത് മീനമ്മ. ഇതൊക്കെ 2 മാസം മുമ്പുള്ള. ഇൻഡിഗോ പണി തന്നു ഗൈസ്.
നമ്മളെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും ഈ ഫസ്റ്റ് വിഷു സെയിലെ ടോബൈ യൂസി അശ്വിൻസ് ഫസ്റ്റ് ബർത്ത്ഡേ ബ്യൂട്ടിഫുൾ ഡേ അറ്റ് ഹോം വിഷു കളക്ഷൻ വാട്ട് ഡിഡ് മൈ ഹെയർ. ഇതാണ് ഇതിലുള്ളത് ഫുൾ. 50K വർത്ത് ഫ്രം സെഫോറ. ഇതിലൊക്കെ എന്താണ് നല്ലത് പറയേണ്ടത്? പറയൂ, ഇതിലൊക്കെ എന്താ നല്ലത് പറയേണ്ടത്? നല്ലത് പറയുന്നത് തിരിച്ച് മോശം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളാരും മോശം പറയുന്നില്ല, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് മോശമാവുന്നില്ല. ഇപ്പോൾ ദിയ ഓരോ വിഷയത്തിന് ദിയൻ്റെതായ പെർസ്പെക്റ്റീവിലെ ഇപ്പോൾ റീസെൻ്റ്ലി നിന്ന് CJP പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ദിയയുടെ അഭിപ്രായം ഇട്ടു. ആരെങ്കിലും വന്നത് മോശമാണെന്ന് പറഞ്ഞു? ദിയയുടെ അഭിപ്രായമാണ്. അതുപോലെ ഒരു വിഷയത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായം നിങ്ങൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം ഒരുപാട് പേര് അതിനെ നെഗറ്റീവ് പറയുന്നത് കൊണ്ടായിരിക്കാം. ആൻഡ് പോസിറ്റീവായിട്ടുള്ള ദിയ ഇപ്പം നാളെ തന്നെ ദിയൻ്റെ ചാനലിൽ നല്ലൊരു വ്ളോഗ് ഇടും. പാവപ്പെട്ട കുറേ വ്യക്തികളെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ ദിയ ഉദ്ദേശിക്കുന്നതായ രീതിയിലുള്ള ഒരു പോസിറ്റീവ് കണ്ടന്റ് ഇടും. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ വിത്തിൻ സെക്കൻഡ് ഡെഫിനറ്റ്ലി ഞാൻ അതെടുത്ത് വെച്ച് സംസാരിക്കും. ഈവൻ അഹാന കൃഷ്ണയുടെ ചാനൽ നോക്കൂ, സിന്ധു കൃഷ്ണയുടെ ചാനൽ നോക്കൂ, ഇഷാനിയുടെ ചാനൽ നോക്കൂ. എന്തിലാണുള്ളത്? ഏത് ചാനലിലാണ് വളരെ മോട്ടിവേഷൻ പറഞ്ഞിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നമ്മളൊരു വ്യക്തി എടുത്ത് റിയാക്ട് ചെയ്യേണ്ട ഒരു കോണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്? ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെടുത്ത് സംസാരിക്കും. ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല. പിന്നെ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? പോസിറ്റീവ് ഇട്ടാൽ പോസിറ്റീവ് സംസാരിക്കും, നെഗറ്റീവ് ഇട്ടാൽ നെഗറ്റീവ് സംസാരിക്കും. സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കും, സപ്പോർട്ട് ചെയ്യേണ്ടാത്തടുത്ത് സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കും. എൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും ഇന്നും സ്നേഹിച്ച് നിൽക്കുന്നവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലെറ്റ്സ് ട്രൈ ഡൂയിങ് പോസിറ്റീവ് വീഡിയോസ്. ഇപ്പോൾ ദിയ കൃഷ്ണ ജീവിതത്തിൽ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താലോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. വ്യൂ കുറവായിരിക്കും, എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നവർ ചിലപ്പോൾ കുറവായിരിക്കാം. ബട്ട് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. മേ ബി യു വിൽ ഓൾസോ ഗെറ്റ് സം പോസിറ്റീവ് എനർജി ഔട്ട് ഓഫ് ഇറ്റ്. സോ ലെറ്റ്സ് ഓൾ ബി കൈൻഡ് ടു എവരിബഡി. ഞാനും പറയാണ്, ഇനി വരുന്ന 10 ദിവസത്തിനുള്ളിൽ ദിയയുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെ യൂട്യൂബിലോ ദിയ ചെയ്ത വളരെ പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു കോണ്ടന്റ് കാണാൻ പറ്റട്ടെ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതിൻ്റെ ബേസിസിലാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, എടുക്കുന്നതും നോക്കുന്നതും റിയാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടാൽ മാത്രമേ നമുക്ക് എടുക്കാനും നോക്കാനും റിയാക്ട് ചെയ്യാനും സംസാരിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ദിയ കൃഷ്ണ എന്ന് പറയുന്നൊരു വ്യക്തി ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു പോസിറ്റീവ് കാര്യം ഇടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ ദാറ്റ് റിയാക്ഷൻ വീഡിയോക്കാർക്ക് ദിയയുടെ ഒരു പോസിറ്റീവ് കോണ്ടന്റ് സംസാരിക്കാൻ സാധിക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റർ.